അപ്പോൾ കുറെ കമന്റ്സ് ഞാൻ വീടിന്റെ ഫോട്ടോ ഇട്ടതിന് ശേഷം അല്ല ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഒരു ചെറിയൊരു ക്ലിപ്പിംഗ് ഇട്ടിരുന്നു. അപ്പൊ ഹോം ടൂർ ചെയ്യുമെന്ന് കുറെ പേര് കമന്റ്സ് ഇട്ടിരുന്നു, കുറെ പേര് പേഴ്സണൽ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഹോം ടൂർ ചെയ്താലും വെൽക്കം ഹോം. ഇതാണ് ലിവിംഗ് ഏരിയ. പ്രത്യേകിച്ച് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒന്നും ചെയ്തിട്ടില്ല, കാരണം ഫർണിച്ചേഴ്സ് ഫുള്ളായി പർച്ചേസ് കഴിഞ്ഞിട്ടില്ല. ഇനിയും കുറെ ഫർണിച്ചേഴ്സ് പെൻഡിങ് ആണ്, നമുക്ക് ചെയ്യാം. അപ്പൊ ലിവിംഗ് ഏരിയയിലാണ് ടി വി യൂണിറ്റ്. പിന്നെ ടി വി യൂണിറ്റ് ഇന്റീരിയർ ഒക്കെ നമ്മുടെ വർക്കറിനുള്ള ഒരു ചേട്ടനാണ് ചെയ്തത്, ഹരിയിൽ. കുറച്ച് കാര്യങ്ങളിൽ തന്നെ നമുക്ക് എല്ലാം ആവറേജ് കുറച്ച് ടൈം ആ സമയത്ത് എങ്ങനെയാണ് ആ സമയത്ത് നമുക്ക് ചെയ്തതും ആ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ. നെക്സ്റ്റ് ഡൈനിങ് ഏരിയ. നമ്മൾ സെപ്പറേറ്റ് ഓണൊന്നും ചെയ്തിട്ടില്ല, എല്ലാം കൂടെ ഒന്നിച്ച് ഒരു ഹോൾ, കിച്ചൺ, ഡൈനിങ് ഏരിയ എല്ലാം ഓപ്പൺ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, ഒന്നുകൂടി കണക്റ്റഡ് ആണ് പോലെ. ഡൈനിങ് ഏരിയ ആക്ച്വലി എനിക്ക് നെർവസ് ആണ്. എനിക്ക് കാര്യമായിട്ട് ഇതുപോലെ ലോങ് വീഡിയോസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് തന്നെ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ലോങ് വീഡിയോ നന്നായിട്ടൊന്ന് എടുക്കാൻ ശ്രമിക്കുന്നത്. അറിയില്ല എത്രത്തോളം നന്നായി വരുന്നത്. ഓക്കെ, എന്നാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ. ഇതാണ് കിച്ചൺ, മൈ വൺ ഓഫ് ദ ഫേവറേറ്റ് സ്പോട്ടിൽ. നിങ്ങൾക്ക് ഇഷ്ടമാവും വിചാരിക്കുന്നു. പിന്നെ എല്ലാം കളർട്ടൂൺ ഞാൻ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഗ്രേ, ബ്ലാക്ക്, വൈറ്റ്, ഈ പിന്നെ വുഡൻ കളർ, ഈ 4 കളറുകളാണ് ഞാൻ ഒരു 90% അറിയാൻ നോക്കിയിരിക്കുന്നത് വീട്ടിലെ എല്ലാ കാര്യങ്ങളും. കിച്ചൺ ലോഫ്റ്റ് ഉണ്ട്, കാരണം പ്രത്യേകിച്ച് ഒരു സ്റ്റോറേജ് ഏരിയ കൊടുക്കാത്തതുകൊണ്ട് തന്നെ ലോഫ്റ്റുകൾ എല്ലാവിടെയും കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്, ബെഡ്റൂംസിൽ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാ ഡംപ് ചെയ്ത് വെക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ തന്നെ ലോഫ്റ്റിൽ തന്നെ ഇടും. വാട്ടറിന്റെ കാര്യം കിണർ വെള്ളം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പണ്ട് മലമ്പുഴ വെള്ളമാണ് യൂസ് ചെയ്ത് കുടിക്കാനൊക്കെ. ഇപ്പൊ നമ്മൾ പ്യൂരിഫൈ വെച്ചിട്ടുണ്ട്. വാട്ടർ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നോർമൽ വാട്ടർ പോലെയുണ്ട് ആക്ച്വലി. ഇനി എന്താ കിച്ചണിൽ കാണിക്കേണ്ടത്? മിക്സി, ഇത് കിച്ചണിൽ എന്തൊക്കെ സാധനങ്ങൾ അതൊക്കെ ഉണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ബാക്ക് സൈഡാണ്. ഇത് ഞാൻ പ്രത്യേകിച്ച് കാര്യം പറഞ്ഞു, കാരണം ഓപ്പൺ ഏരിയ എന്ന് പറയുമ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മള് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. ഞാൻ പ്രത്യേക മൊമെന്റ് ഞാൻ ഡിസൈൻ ചെയ്ത് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞില്ലേ ഫർണിച്ചേഴ്സ് ഉണ്ടെന്ന്. ഇവിടെ 2 ചെയറും കൂടി വരാനുണ്ട്. ഡൈനിങ് ഏരിയയിൽ ഡൈനിങ് ഏരിയയും ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടും കണക്ട് ചെയ്യുന്ന പോലെ ഒരു ഏരിയ 2 ചെയർ വെക്കാൻ പ്ലാനുണ്ട്. അല്ലെങ്കിൽ ചെറിയ മെയിൻ ആയിട്ട് പാട്ടം കേൾക്കാം. അത് താളുണ്ട്, 2 റൂമിൽ ആളുണ്ട്. അതൊന്നും ഞാൻ തുറക്കുന്നില്ല. വാഷ് ഏരിയ, എനിക്ക് പണ്ട് വീഡിയോസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പല റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ മിറർ വേണമെന്ന് ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മിറർ എൻ്റെ വീട്ടിൽ വീഡിയോസിലൊക്കെ എനിക്ക് ചെയ്യുന്നത് കൂടുതൽ കാണാൻ പറ്റും തോന്നുന്നു. ഷോർട്സിലും റീൽസിലും ഹലോ. പിന്നെന്താ ഫാൻ, റിയലൈസിംഗ് ഫാനാണ് എല്ലാം യൂസിക്കുന്നത്. അത് ഒഴികെ ബാക്കിയെല്ലാം റിയലൈസിംഗ് ഫാനാണ്. ഇതും റൂംസിലെല്ലാം റിയലൈസിംഗ് ഫാനാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം, നമ്മൾ എല്ലാ വീട്ടിലും ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സ്റ്റെയറാണ് യൂസ് ചെയ്യുക. പക്ഷെ നമുക്ക് ഒരു ഡിഫറെന്റ് ടൈപ്പ് സ്റ്റെയർ വേണം വേണ്ടി നമ്മൾ സെർച്ച് ചെയ്തിട്ട്
എടുത്താണ്. ആക്ച്വലി ഇതിൽ പെയിന്റിംഗ് ഫുള്ളായി കഴിഞ്ഞിട്ടില്ല, ഇനിയും ചെയ്യാറുണ്ട്. ഇത് ഒരു വുഡൻ ഫിനിഷ് കൊടുക്കും, ഈ കൈ പിടിക്ക് മാത്രം ഒരു വുഡൻ ഫിനിഷ് കൊടുക്കും. അപ്പൊ നമ്മുടെ ഫേവറേറ്റ് സ്പോട്ട് എന്റെ അവർ ഞാൻ വരുമ്പോ ഈ ഒച്ച ഉണ്ടാക്കിയിട്ടില്ല. കിച്ചൺ വൈകിട്ട് വരുമ്പോ അല്ലെങ്കിൽ കഴിക്കാനൊക്കെ വരുമ്പോൾ ഒച്ച ഉണ്ടാക്കി നമുക്കറിയാം. ഈ സൗണ്ടിന് എന്റെ സൗണ്ട് എടുക്കുന്നുണ്ടോ? ആക്ച്വലി എല്ലാം സെറ്റ് ചെയ്തിട്ടില്ല, പറഞ്ഞ പോലെ ഫോട്ടോസും ഒക്കെ ഒന്ന് സെറ്റ് ആക്കാനുണ്ട്. ഒക്കെ താഴെ വെച്ചിരിക്കുന്നു. ഒന്നാമത് എനിക്ക് ശരിക്കും സൗണ്ടൊന്നും ശരിയായിട്ടില്ല. എൻ്റെ സൗണ്ട് കുറച്ച് കുറവാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോ ഇതാണ് മോളില് ഒരു ചെറിയ ലിവിംഗ് ഏരിയ, അല്ലെങ്കിൽ എനിക്ക് വീഡിയോസ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും, എനിക്ക് വീഡിയോസ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഒരു പ്രത്യേകിച്ച് ഏരിയ വേണമെന്ന് റൂം അല്ലാണ്ട് ഒരു വേണം പറഞ്ഞപ്പോൾ ഒരു മോള് ലിവിംഗ് ഏരിയ വേണമെന്നിട്ട് പ്ലാൻ ചെയ്താണത്. ഇനി റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ഫേവറേറ്റ് സ്പോട്ട് ഇതാണ് ഞങ്ങളുടെ ഫാമിലി ഗെറ്റ് ടുഗദർ ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും വന്നിവിടെ നൈറ്റ് ടൈം സ്പെൻഡ് ചെയ്യും. അമ്മ, ഏട്ടൻ, എടുത്തി, ഞാനൊക്കെ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം വന്നിരുന്ന് സംസാരിക്കുന്ന ഒരു സ്പോട്ടാണ്. പിന്നെ ഞാനിങ്ങനെ വന്നിരിക്കുന്ന ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്പോട്ടാണ് ഈ ഊഞ്ഞാൽ. ഫോണെടുത്ത് ഇവിടെ കുത്തിയിരിക്കും. അകത്തോട്ട് പോവാം, എന്റെ റൂമിലോട്ട് പോവാം. ബൈ. അപ്പോ ടെറസിലോട്ട് പോകുന്ന വഴിയാണ്. ടെറസ് ഭയങ്കര മെസ്സി ആയിട്ടിരിക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല. അപ്പോ വെൽക്കം ടു മൈ റൂം. ഈ സമയത്തിന് നല്ല വിഷയം ഒരു സാധനം തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതും എന്റെ ഫേവറേറ്റ് സ്പോട്ടാണ്. കാരണം ഇപ്പൊ കൂടുതൽ മിറർ വീഡിയോസ് ഒക്കെ എടുക്കാറുണ്ട്. അപ്പോ ഫേവറേറ്റ് ആണ്. പ്രത്യേകം പറഞ്ഞുണ്ടാക്കിപ്പിച്ചാണ് ഞാൻ. മറ്റേ പുറക് ഒരു ഷെൽഫാണിത്. ഫോൾ സീലിംഗ് അതൊരു പ്രത്യേകിച്ച് ഞാൻ എവിടെയും അധികം കാണാത്ത ടൈപ്പ് ആണെന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് ചെയ്തതാണ്. പിന്നെ ഇതൊരു 2 അമ്പളിമാമൻ ഉള്ള പോലെ. ആക്ച്വലി ഇതാണ് ഞാൻ ഫുള്ളായി ചെയ്യാൻ വിചാരിച്ചത്. പക്ഷെ ഫാൻ കൂടി കൊടുക്കുമ്പോൾ ഇതിന്റെ ഭംഗി പോകുന്നു പറഞ്ഞിട്ട് ഒരെണ്ണം സെപ്പറേറ്റും പിന്നെ ഒരു ഫുള്ളായിട്ടൊരു റൂമുമായിട്ട് കൊടുത്തു. ആക്ച്വലി എന്റെ റൂമ് ഇത്ര ഉണ്ടായിരുന്നു, ഒരു ഇതുവരെ ഉണ്ടായിരുന്നു. ഇത് എക്സ്റ്റൻഷൻ മറ്റേ ഹോളിന്റെ എടുത്താണ്. അത്ര ഹോൾ എന്തിനാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നായിരുന്നു ആദ്യം റൂമിൽ ഇങ്ങനെ വരണമായിരുന്നു. പക്ഷെ വലുതാക്കാന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഹോളിനെ എടുത്തിട്ട് ഇവിടെ ഹോൾ റൂമും മിററും ഒക്കെ വെച്ചു. അതുകൊണ്ടാണ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ റൂമിന്റെ ഫോൾ സീലിംഗ് കൊടുത്തിട്ട് അവിടെ. ഇപ്പോ ഇതാണ് വേറൊരു സ്പോട്ട്. നമുക്ക്
റിലാക്സ് ആയിട്ട് ഒരുപാട് പേരൊക്കെ വന്നു വെച്ചാൽ ചെയറിന്റെ ഒന്നും ആവശ്യമില്ല, ബെഡിന്റെ അല്ലാണ്ട് ഇരിക്കാൻ പറ്റിയൊരു സൂപ്പർ പ്ലേസിലാണ്. പ്രത്യേകിച്ച് ഞാനിത് 2 റൂമിലുണ്ട്, നമ്മുടെ റൂമിലുണ്ട്, എൻ്റെ റൂമിലുണ്ട്. 2 റൂമിൽ സ്പേസ് എല്ലാവരും പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന എക്സ്ട്രാ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന സ്പേസ് ഇല്ല. നമുക്കിവിടെ റിലാക്സ് ആയിട്ട് കിടക്കാം, ഇരിക്കാം, ലാപ്പൊക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യാം. പക്ഷെ ഒരു മീനേ ഉള്ളൂ, ബാക്കിയെല്ലാം ചത്തുപോയി. വേറെ കാണുമല്ലോ സൂപ്പർ വ്യൂ ആണ്. നല്ല കാറ്റ് കിട്ടും, ഫുള്ള് ചുറ്റും മരങ്ങളും കാടുകളൊക്കെ ആയതുകൊണ്ട് നല്ല ഓക്സിജൻ ഒരു കുറവില്ല. ഇത് കാണാൻ പറ്റും, ഈ കട്ടില് ഒന്ന് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന പോലെ ഉണ്ടാവും. ഇതിന്റെ കാലൊന്നും ഇല്ല ഇതിനെന്ന് വിചാരിക്കും, പക്ഷെ ആക്ച്വലി ഉണ്ട്. കാലുകൊണ്ട് അടിയിലുണ്ട്, ഷോ പ്രത്യേകം ഞാൻ പറഞ്ഞുണ്ടാക്കിയതാണിത്. വീഡിയോസിലൊക്കെ ഉണ്ട്.